രോഗാവസ്ഥയിൽ ഇപ്പൊ നമുക്ക് രോഗം വന്നാൽ അവര് വിശ്രമമില്ലാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വിശ്രമമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഉമ്മമാര്. അപ്പൊ ആൾക്കാർ പറയും ഉപ്പന്റെ വിഷമം എന്തായാലും അറിയാത്തത്. ഉപ്പയുടെ വിഷമം അറിയാത്തോണ്ടല്ല, പക്ഷെ നമ്മുടെ വർക്കിനൊക്കെ ഒരു ടൈമുണ്ട്. പക്ഷെ ഒരു ടൈമില്ലാത്ത, ഒരു പഞ്ചിങ് മെഷീൻ ഇല്ലാത്ത, ഒരു സ്പെസിഫിക് ഡ്യൂട്ടി ഇല്ലാത്ത, എല്ലാ പണിയെടുക്കുന്ന, ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഉമ്മമാര്. വീട്ടിൽ ഏറ്റവും ആദ്യം ഉണർന്ന് ഏറ്റവും അവസാനം ഉറങ്ങുന്ന ആൾക്കാരാണ് ഉമ്മമാര്. അവർക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാല് എന്തേ പഞ്ചോ എന്നാ ഓട്ടോറിക്ഷ പൈസ ആശുപത്രി പോയിക്കോ അറിയും അല്ലേ, കഴിഞ്ഞ്. പിന്നെ ആ ഭാഗത്തേക്ക് വെളിയും തെളിയും ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക് നിങ്ങൾ, രോഗാവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണകളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു, അവരെ സമാധാനിപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജ് നിയ്യത്താക്കി പുറപ്പെടുമ്പോ അവർക്ക് പെട്ടെന്ന് പീരീഡ്സ് ആയി, ഹൈദുണ്ടായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ മനസ്സ് നല്ലോണം ടെൻഷൻ ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി ആയിഷ ബീവിനെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചു. ഇന്ന ഹാദാ അംറുൻ കതബഹുല്ലാഹു അലാ ബനാത്തി ആദം. ഇത് ആദം സന്തതികളുടെ പെൺമക്കൾക്ക് അള്ളാഹ് എഴുതി വെച്ചതാണ് ആയിഷ, അതുകൊണ്ട് വിഷമിക്കല്ലേ. ഇത് പടച്ചോ നിങ്ങൾക്ക് പ്രകൃതിപരമായിട്ട് തന്നതാണ്, അത് വിഷമിക്കല്ലേ. ഫഖ്ദി മാ യഖ്ദിൽ ഹാജ് ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്ത്. ഹറം തവാഫ് ചെയ്യൽ ഒഴിച്ച് ബാക്കിയൊക്കെ ചെയ്തോ, മനസ്സിലായില്ലേ? അപ്പൊ ആയിഷ ബീവിയുടെ ആ സമയത്തെ സങ്കടം മനസ്സിലാക്കി റസൂലുള്ളാഹി അവരുടെ കൂടെ നിന്നു. അതുപോലെ തന്നെ എല്ലാ നിലക്കും സഫിയ റളിയല്ലാഹു അൻഹ ഒട്ടകം യാത്രയിൽ രോഗിയായി. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമായി, ഒട്ടകം രോഗിയായി, അത് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ വിഷമിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ച് അവിടെ കണ്ണീര് തുടച്ചു, മനസ്സിലായില്ലേ? ഇപ്പൊ ചില ആളുകൾക്ക് പറയും എന്നൊന്ന് ചേർത്ത് പിടിച്ചാൽ തന്നെ മതി, വേറൊന്നും എനിക്ക് വേണ്ട, ഇന്നൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അങ്ങനെ ഒന്ന് ഹഗ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാനിവിടെ മലപ്പുറത്ത് കഴിഞ്ഞ റമദാനിന്റെ ഒരു ക്ലാസ് എടുക്കുന്നു, പാരന്റിംഗ് എന്ന വിഷയം. അപ്പൊ അതില് നമ്മുടെ ഭാര്യമാർക്കും ഒരു സമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് തികച്ചില്ലത്, അതവര് മുറിച്ചിട്ട് ക്ലിപ്പാക്കിട്ടീനി. അപ്പൊ അതിൽ ഞാൻ പറയുന്നത് വെച്ചാല് ഭാര്യമാർക്ക് നമ്മൾ സമയം കൊടുക്കണം, അവർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് പറയണത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടാത്ത പെണ്ണുങ്ങളൊക്കെ പാടെ കയറിയാണ്ട് അതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടൊക്കെ നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഞമ്മക്കൊന്ന് സംസാരിക്കാൻ സമയം കിട്ടില്ല, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അപ്പൊ അതിന്റെ ചോട്ടിൽ ചില ആൾക്കാർ കമന്റ് അടിച്ചിന്, എന്ത് ഇങ്ങോട്ട് പോരി നമ്മളിവിടെ ഉണ്ട്, മനസ്സിലായോ? ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു സൂത്രധാരൻ പറഞ്ഞെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്പർ ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ അടിക്കുക, വെറുതെ ഇങ്ങനെ അടിക്കുക നമ്പർ, എന്നിട്ട് ഹലോ. അപ്പൊ അപ്പുറത്തുനിന്നൊരു സ്ത്രീന്റെ സൗണ്ട് ആണെങ്കിൽ റോങ് നമ്പർ നോക്കും. അങ്ങനെ 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 പല ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളെ വലയിൽ വീറ്റുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇണകളുടെ, ആണാകട്ടെ പെണ്ണാകട്ടെ. അപ്പൊ ചില ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നാ. ആണുങ്ങളെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ അടുത്തൊരു സംഗതി കണ്ടു, സ്ത്രീയുടെ കരച്ചിലാണ് അവർ സങ്കടത്തിലാണെന്ന് അറിയിക്കുന്നത്, ആണിന്റെ മൗനമാണ് അയാൾ സങ്കടത്തിലാണെന്ന് അറിയിക്കുന്നത്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഒരു മുണ്ടാട്ടം മുട്ടിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മെല്ലെ ഇങ്ങനെ പോയി ചോദിക്കുക, പിന്നെ ഒരു 500 റുപ്യ അടിക്കാണി എന്നല്ല, എന്തെങ്കിലും വിഷമമുണ്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, രണ്ടാളും മനുഷ്യന്മാരാണ്. കുറച്ചുകൂടെ ആരും വിഷമം അറിയിക്കണ്ട എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ആണുങ്ങൾ. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക വിഷയത്തിലൊക്കെ വരവ് എല്ലാവർക്കും ഡിഫറന്റ് ആണ്, എന്നാൽ ചെലവ് എല്ലാവർക്കും സെയിം ആണ്, അല്ലേ? ചെലവ് എല്ലാവർക്കും സെയിം ആണ്. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു സമൂസയും ചായയും കുടിച്ചാൽ എല്ലാവർക്കും ഒരേ പൈസയാ. അജി അധ്യാപകന് എനിക്ക് ഇത്ര പൈസ, ഇജി കൂലിപ്പണിക്കാരനല്ല എനിക്ക് ഇത്ര പൈസ, അങ്ങനെ ഉണ്ടോ? ഇല്ല. ചെരുപ്പ് വാങ്ങുമ്പോൾ എല്ലാവർക്കും ഒരേ പൈസയാ. ഫോണില് മാസത്തിൽ കയറ്റുന്ന പൈസ എല്ലാവർക്കും ഈക്വൽ അല്ലേ? കറണ്ടും ബില്ല് ഏതാണ്ട് അല്ലെ അത്യാവശ്യം എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പൊ വരവ് കുറവും ചെലവ് എല്ലാവർക്കും ഈക്വലാണ്. അപ്പൊ അവിടെ സാമ്പത്തികമായിട്ടൊരു സംരക്ഷണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാണ്. അതൊക്കെ ഈ വികാരത്തെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ നോക്ക് നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തിരക്കുള്ള ആളാ, എന്നിട്ടും മാ കാന യസ്നഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലിഹി ഫഖാലത് കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ജോലികൾക്ക് സഹായിക്കുമായിരുന്നു.
പെണ്ണുങ്ങൾക്ക് ഏറ്റവും റിസ്ക് ഉള്ള പണി എന്താ വെച്ച് നോക്കണ്ടേ? പാത്രം കഴുകല അല്ലേ? അങ്ങനെ തന്നെയല്ലേ? രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കിടക്കുമ്പോ ഏറ്റവും ലാസ്റ്റ് പണി പാത്രം പോകാം. അപ്പൊ അതിപ്പോ എന്താ പറയുക, ഇവിടെ 4 ആൾക്ക് ഇപ്പൊ പാത്രം മോറാൻ ഇപ്പൊ അത് ഒരു ദിവസം അവിടെ നിന്നാ ശരിയാവും. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് സുഖം, രാവിലെ ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയില്ലേ? അത് ഒരു ദിവസം ഇങ്ങനെ പോയി നോക്കി നിങ്ങൾക്ക് അതിന്റെ സുഖം മനസ്സിലാവും. അതേപോലെ വീട്ടുകാർക്ക് എന്ത് സുഖ എന്ന് പറയുന്ന ആൾക്കാരല്ലേ, അത് വീട്ടിലൊരു ദിവസം 3 മക്കളിൽ അവിടുത്തെ കിച്ചൺ പണി കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഏറ്റെടുത്താല് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് സ്നേഹിച്ച് സഹകരിച്ച് സഹായിച്ച് വികാരങ്ങൾ മനസ്സിലാക്കി സങ്കടത്തിൽ കൂടെ നിന്ന് രോഗത്തിൽ ആശ്വസിപ്പിച്ച് സന്തോഷത്തിൽ കൂടെ കളിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ചിരുന്നത്. അല്ലെ? പരസ്പരം റസൂൽ സല്ലല്ലാഹു നോക്കി നിങ്ങൾ, റസൂലുള്ള ഭാര്യമാർക്ക് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു. ഭാര്യമാർക്ക് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു. നമ്മൾ മറ്റേ കള്ളിത്തുണിയെടുത്തിട്ട് നേരെ കിടക്കും അല്ലെ? ഓർക്ക് കുറെ നൈറ്റിയും മറ്റും മറിച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഓർക്ക് സ്പ്രേയും ബോഡി സ്പ്രേയും മറ്റും മറിച്ച് അല്ലെ കുറെ സാധനങ്ങൾ കണ്ണെയ്താനും മൂക്കെയ്താനും ഒക്കെ വാങ്ങിച്ചെടുത്ത് ഓനോട്ട് ഒരുക്കും. നമ്മൾ ആ പഴയ ഇതുകൊണ്ട് കിടക്കും. 2 കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമെടുക്കാൻ, സുഖമെടുക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പാവങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ പൈസക്കാർ സ്വർഗം കൊണ്ടുപോയി റസൂലേ. എന്തേ? അവര് നിസ്കരിക്കുന്നു, ഞങ്ങൾ നിസ്കരിക്കുന്നു. അവര് നോമ്പ് നോൽക്കുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു. അവർ സ്വതക്ക കൊടുക്കുന്നു, ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ തക്ബീർ ചൊല്ലിക്കോ, തഹ്ലീൽ ചൊല്ലിക്കോ, തഹ്മീദ് നടത്തിക്കോ, തസ്ബീഹ് നടത്തിക്കോ, നന്മ കൽപ്പിച്ചോ, തിന്മ വിരോധിച്ചോ, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിക്കോ, ഇതൊക്കെ സ്വതക്കയാണ് എന്ന് പറയുന്നതിന്റെ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സന്തോഷ പ്രകടനവും സ്വതക്കയാണ്. അപ്പൊ സാധിച്ചു, നബി അതിന് കൂലിയോ? അപ്പൊ റസൂൽ ചോദിച്ചു, വ്യഭിചരിച്ചാൽ കുറ്റം കിട്ടൂലേ? കിട്ടും. എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെയ്യുന്ന സന്തോഷകരമായ എല്ലാ മുഹൂർത്തങ്ങൾക്കും കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ പരസ്പരമുള്ള ആഗ്രഹങ്ങൾ എല്ലാവരും ഒരേപോലെ ആവില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ അടുത്ത് ഒരു മോള് കല്യാണം കഴിഞ്ഞതാ, 3 മാസമായിട്ടുള്ളൂ നിക്കാഹ് കഴിഞ്ഞിട്ട്. ഒരാഴ്ച കൊണ്ട് നിക്കാഹ് കഴിച്ച് ഓൻ പോയി. ഇപ്പൊ എന്താ വെച്ചാൽ ഓൻ ഫോൺ ചെയ്യും, പക്ഷെ ഓളിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഫേസ് ചെയ്യില്ല ക്യാമറയ്ക്ക്. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോ ഓക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എനിക്ക് കൊടുന്ന കിട്ടി വെച്ചു. എന്റെ ഏട്ടത്തി അങ്ങനെയാണ്, ഓര് ഭയങ്കര രസമാണ്, ഓര് ഫ്രണ്ട്സായിട്ടാ മുന്നോട്ട് പോണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് ഡിഫറൻറ്റ്. എല്ലാ വ്യക്തികളും ഡിഫറന്റ് ആണ്. ഒരാളുടെ എക്സ്പീരിയൻസ് നമുക്ക് പറ്റില്ല. അവരൊക്കെ അങ്ങനെയാണല്ലോ, അപ്പൊ നമുക്കും അങ്ങനെ പോരെ. അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണ് അത് നമ്മൾ ആസൂത്രണം ചെയ്യണം. ഒരു ദിവസം ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റെങ്കിലും പരസ്പരം സംസാരിക്കാൻ നമുക്ക് പറ്റിയാൽ, ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റിയാൽ വളരെ ഭംഗിയായിട്ട് ദാമ്പത്യം മുന്നോട്ട് പോകും. ഞാൻ ഇന്നലെ നിക്കാഹ് കഴിച്ചു, ഇന്നലെയല്ല, നിക്കാഹ് ചെയ്തു കൊടുത്ത് പിറ്റേ ദിവസം പുതിയാപ്പിള എന്നെ വിളിക്കുകയാണ്, കരഞ്ഞിട്ടാ വിളിക്കണം, നിങ്ങളൊന്ന് കാണണം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ പ്രശ്നം? അത് നേരിട്ട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇടവണ്ണ ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ നമ്മൾ ഓഫീസിൽ ഇരിക്കേണ്ടി, ഞാൻ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ കണ്ടു നോക്കുമ്പോ ആകെ കരഞ്ഞിട്ട് മുഖമൊക്കെ ആകെ ചീർത്ത് നിക്കാണ്. ഇവിടെ വന്ന് ഇരുന്നിട്ട് കുറെ നേരം കരഞ്ഞ്. അപ്പൊ എന്ത് ചോദിച്ചു? അത് നടക്കൂല. ഏത് നടക്കൂല? ഇന്നലെ നിക്കാഹ് ചെയ്ത് കൊടുത്തേ, ആ ബന്ധം നടക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ നിക്കാഹിച്ച് പെരീക്കന്നെ പോയി, പെരക്കാരെന്നെ എല്ലാവരും പാടെ കൂടിയിട്ട് ചങ്ങട്ടനെ പോയിക്കു പറഞ്ഞ് ഭാര്യന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഇന്നലത്തെ രാത്രിയിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയാം. രാവിലെ ഞാൻ ഓളയും കൊണ്ട് മിനിയൂട്ടി പോയി, എന്നിട്ടും ഒരു സുഖമില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വിചാരിച്ച ആളല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ പെരീക്കോ, ഞാൻ എന്റെ പെരീക്കും പോവാറ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താ പ്രശ്നം പറയാറുണ്ട്. പോൻ പറയണേ,
ഓക്ക് ഞാൻ വിചാരിച്ച പോലെയല്ല, ദീനിനോടൊരു താല്പര്യമില്ല. അപ്പൊ ചോദിച്ചേ ദീനിനോട് താല്പര്യം എനിക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ രാത്രി ഒരു ക്ലാസ്സിന്, എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ഓൺലൈൻ ക്ലാസ് കയറട്ടെ ചോദിച്ചു. കയറിക്കോളിയായിരുന്നു. അപ്പൊ ആ ക്ലാസ് കുറെ നേരം ഇങ്ങനെ നീണ്ടിങ്ങനെ പോകുമ്പോൾ ചോദിച്ചാണ്, എത്തത് തീരാത്തത്? ദീനില്ലാത്തിന്റെ അടയാളാണ്. പിറ്റേന്ന് രാവിലെ ക്ലാസ്സിന് കയറിയപ്പോൾ ഓള് ചോദിച്ചാണ്, ഇന്നും ഉണ്ടോ ക്ലാസ്? അപ്പൊ ഞാൻ ചോദിച്ചു, അന്നെ ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ഓളെ പെരീക്ക് പറഞ്ഞയച്ച ആരും എനിക്ക് പറഞ്ഞിരുന്നില്ല അവിടെ പോയിട്ട് എന്താ ആക്കണ്ടിയെന്ന്? ആരും പറഞ്ഞില്ല. എന്നോട് എന്താ പറഞ്ഞു? ജിന്ന് അവിടെ പോയിക്കോന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ആദ്യരാത്രി പോയിട്ട് ക്ലാസ് കേൾക്കാൻ കുത്തിരിക്കും. പിന്നെ പറഞ്ഞത് വെച്ചാൽ ഓള് ഭയങ്കരമായിട്ട് വർത്താനം പറയും, എനിക്കാണെങ്കിൽ അങ്ങനെ വർത്താനം പറയാനും കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഭയങ്കര കുറ്റം തന്നെയാണ്. കാരണം ഓളെ ഭർത്താവാണല്ലോ. ഒരു ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുക പറഞ്ഞാൽ മതപരമായിട്ട് ഭയങ്കര കുറ്റം തന്നെയാണ്. അപ്പോഴാണ് ഓൻ ആലോചിക്കണം, ശരിയാണല്ലോ, ഓളെന്റെ ഭാര്യയാണല്ലോ, ഞാനോളെ ഭർത്താവാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു അവനോടെ, ഈ ചോളോട് പറഞ്ഞോ നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ? ഇല്ല. പിന്നെ ഓക്കെങ്ങനെ മനസ്സിലാവുക? നബിക്ക് പോലും അദൃശ്യം അറിയില്ല, പിന്നെ എങ്ങനെ ഈ ഒരു സാധാരണ പെണ്ണിന് മനസ്സിലാവുക? അവൾക്ക് പറയാനുള്ളത് എന്നോടും അനക്ക് പറയാനുള്ളത് ഓളോടും പറയുമ്പോഴല്ലേ ദാമ്പത്യ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോവാം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇന്ന് എല്ലായിടത്തും ഉണ്ട്. ഭയങ്കര സങ്കടം തോന്നും നമുക്ക് ഓരോരുത്തരെ കഥ കേട്ടാല്. കല്യാണം കഴിയാ 2 മാസം 3 മാസം അതിലപ്പുറം പോണില്ല. എന്തേ? ഈ ഒരു ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ അത് പോവുക ഒന്നും അറിയില്ല. കുറച്ച് റീൽസും ഷോർട്സും ഉണ്ട് അടുത്ത സ്റ്റോക്ക്. ബുള്ളറ്റ് ഉണ്ട്, അതുണ്ട്. യാത്ര ഇഷ്ടമാണ് ചോദിച്ചു, യാത്ര ഇഷ്ടമാണ്. എന്നാ പിന്നെ ഒന്നും നോക്കാല്ല, എനിക്കിഷ്ടായിരുന്നു. ഇതാണ് പുതിയ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ മാതൃകകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാനുള്ളത്. അവരുടെ കൂടെ ഓട്ടമത്സരം നടത്തിയതും യാത്രയിൽ കൂടെ കൂട്ടിയതും റസൂൽ അവരോട് ഏറ്റവും എളിമയോടെ താഴ്മയോടെ മൃദുലമായി പെരുമാറിയതും ഒക്കെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ പെരുമാറ്റമാണ്. രണ്ടാമത്തത് മക്കളോടാണ്. ഭാര്യ, മക്കൾ, കുടുംബം, ഇത് മാത്രം നമ്മൾ പറയുന്നത്. മക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? ചോദ്യം ചോദിക്കണം, ഇങ്ങോട്ടല്ല. എത്ര? 7 മക്കളുണ്ടായിരുന്നു. എത്ര ആൺകുട്ടികള്? 2 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. ദാറ്റ് ഈസ് റോങ് ആൻസർ. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അങ്ങേയറ്റം സ്നേഹിച്ചിട്ടാണ് വളർത്തിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളെല്ലാം മരിച്ചു. ഓരോ ആൺകുട്ടികൾ മരിക്കുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം വിഷമിച്ചിട്ടുണ്ട്, കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങേയറ്റം വിഷമിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പുന്നത് കണ്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുക, നബിയെ നിങ്ങൾക്ക് അറിയാണോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇത് റഹ്മത്താണ്. സ്വന്തം കുട്ടി മരിക്കുമ്പോ ആർക്കാണെങ്കിലും ഹൃദയം വേദനിക്കും, കണ്ണ് നിറയും. എന്നാലും ഈ നാവ് കൂടെ വേണ്ടാത്തൊരു വാക്കും വരൂല അബ്ദുറഹ്മാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രവാചകന് തന്റെ മക്കളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ, ആ എളിമയുടെ, ആ ലാളനയുടെ ഒരുപാട് എക്സാമ്പിൾസ്, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനമാണ് ഈ ആൺകുട്ടികളുടെ കാര്യം. പെൺകുട്ടികളോട് പ്രത്യേകം പ്രവാചകന് ഇഷ്ടമുണ്ടായിരുന്നു. കാരണം മനുബുത്തിലെ ബിൽ ബനാത്തി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിൻ കുന്ന ലഹു സിത്രം മിനന്നാർ. ആർക്കെങ്കിലും പെൺമക്കളുണ്ടെങ്കിൽ അവരെ ഭംഗിക്ക് പരിചരിച്ച് പോറ്റി വളർത്തിയാൽ അവർക്ക് ഈ പെൺമക്കൾ നരകത്തിൽ പരിചയാകും. 3 പെൺകുട്ടികൾ ഉണ്ടായാലും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ 2 പെൺകുട്ടികളാണെങ്കിലോ? അപ്പൊ റസൂൽ പറഞ്ഞു 2 പെൺകുട്ടികളാണെങ്കിലും. പിന്നെ സ്വഹാബത്ത് ചോദിച്ചില്ല. സ്വഹാബത്ത് പറയാൻ നബിനോട് 1 പെൺകുട്ടിയോ എന്ന് ചോദിച്ചില്ലെങ്കിൽ അപ്പൊ നബി 1 എന്നും പറയുമായിരുന്നു. അപ്പൊ പെൺകുട്ടികളോട്, അതായത് പെൺകുട്ടികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സ്നേഹം കാണിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം അന്ന് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമല്ല.
പെൺകുട്ടികളാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാകുമായിരുന്നു. അപമാനം സഹിച്ച് ഈ കുട്ടികളെ പോറ്റണോ അതല്ല മണ്ണിൽ പൂഴ്ത്തണോ എന്നായിരുന്നു അവർ ആലോചിച്ചത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികൾക്ക് വലിയ ആദരവ് വഹിച്ചു. എല്ലാ കുട്ടികളോടും നോക്കൂ, അലി റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുൽ അൻസാർ, ആ അൻസാരികളെ റസൂൽ സന്ദർശിക്കുമായിരുന്നു. ഫയുസല്ലിമു അലാ സിബിയാനിഹിം, അവരുടെ കുട്ടികളോട് സലാം പറയുമായിരുന്നു. വയംസഹു ബിറഊസിഹിം വയദ്ഉ ലഹും, അവരുടെ തലയിലൂടെ ഇങ്ങനെ തടവിയിട്ട് റസൂലുള്ളാഹ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നബിയുടെ സദസ്സിലാണ്. സദസ്സിന്റെ റൈറ്റ് സൈഡിൽ ഒരു കുട്ടിയാണ്, ഇടത്തെ ഭാഗത്തൊക്കെ മുതിർന്ന ആൾക്കാരാ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാനം ചെയ്തതിനു ശേഷം ഈ മുതിർന്ന സ്വഹാബത്തിന് കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വലതു ഭാഗത്തെയാണ് മുന്തിക്കേണ്ടത്. പണ്ഡിതന്മാർ കുട്ടികൾക്ക് റസൂൽ കൊടുത്തൊരു ആദരവാണത്. മറ്റൊരു സമയത്ത് ഒരു കുട്ടിനോട് ചോദിക്കണമെന്നുണ്ട്, മോനെ നിനക്ക് തരുന്നതിന് മുമ്പ് ഞാൻ മുതിർന്നവർക്ക് കൊടുക്കട്ടെ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ഇല്ല, നിങ്ങളിൽ നിന്നുള്ള ഓഹരി എനിക്ക് വേണം ഫസ്റ്റ്. നബിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം കുട്ടികളെ സ്നേഹിച്ച് ലാളിച്ച്. അനസ് റളിയല്ലാഹു അൻഹു കളിക്കാൻ പോയി, നേരം വൈകി വന്നു വീട്ടിക്ക്. അപ്പൊ ഉമ്മ ചീത്ത പറഞ്ഞു. ഉമ്മ ചോദിച്ചു, ചീത്ത പറക്കല്ല, ചോദിച്ചു എന്തേ വൈകിയതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബി എന്നൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്താ മോനെ ഡ്യൂട്ടി വെച്ചു? അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിർറു റസൂലില്ലാ, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സിറാണ്, രഹസ്യമാണ്. നമ്മളന്മാരാണ് എന്താ പറയാ, ജിന്നോട് മാത്രം പറഞ്ഞ, ആരോട് ഞാൻ പറയില്ല, ജിന്നോട് മാത്രം, എന്ത് രഹസ്യം. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു ഉമ്മ പറഞ്ഞു, നബിയുടെ രഹസ്യം നീ രഹസ്യമാക്കി തന്നെ സൂക്ഷിക്കണം. അതായത് കുട്ടികൾക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുത്ത് അവരെ ചെറിയ ചെറിയ ഡ്യൂട്ടികൾ ഏൽപ്പിച്ച് അവരോട് സ്നേഹം പങ്കുവെച്ച് അവരെ തലോടി അവരെ ഉമ്മ വെച്ച് അവരെ കളിപ്പിച്ച്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് ഉമ്മ വെക്കുന്നത് കണ്ടിട്ടാണ് അഖ്റ ഇബ്നു ഹാബിസ് ചോദിച്ചത്, ഉമ്മ വെക്ക് എത്തങ്ങൾ കാട്ടണേ? കുട്ടികൾ ഉമ്മക്ക്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഒറ്റ കുട്ടിനെ ഉമ്മച്ചില്ലായിരുന്നു. അപ്പൊ റസൂൽ പറയണം, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഊരിയെടുത്ത ഞാൻ എന്താക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരും, എന്നിട്ട് ചോദിക്കും, മക്കളുണ്ടോന്ന്. ആരെ? പേരക്കുട്ടികളുണ്ടോന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. സ്വഹാബത്തിന്റെ മക്കള്, നബിയുടെ പേരക്കുട്ടികള്, യതീം മക്കള്, ഇവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴന്മാരായിരുന്നു. യാ ഉമൈർ മാദാ ഫഅല നുഐർ, ഉമൈറെ നിന്റെ നുഐർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? എന്തൊരു കുരുവിയോ ഒരു വളർത്ത് പെറ്റുണ്ടായിരുന്നു ആ സ്വഹാബി കുട്ടിക്ക്. അപ്പൊ റസൂൽ അവനോട് ചോദിക്കുക, യാ ഉമൈർ മാദാ ഫഅല നുഐർ, ഇപ്പൊ എന്ത് ചെയ്യുന്നു നിന്റെ ആ കുരുവിക്കുട്ടി എന്ന് ചോദിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുരുന്നുകളോട് പോലും, അതായത് ഇപ്പൊ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കൊന്നും കുട്ടികളോട് സംസാരിക്കാൻ കഴിയില്ല. ഞാനൊക്കെ ഫെയിലിയറാണ്, എന്നാലും അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കുമ്പോൾ അത് എങ്ങനെ അത് പറയുന്നു പറയാൻ പറ്റില്ല. കാരണം അത്രയും വൈഡാണ് നബിയുടെ ചരിത്രം. ഓരോ മനുഷ്യന്മാരോട് നബി ഇങ്ങനെ ഇടപെട്ട് കാണുമ്പോൾ നബിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മെടുക്കാൻ തോന്നും. അത്രയും നല്ലൊരു നേതാവ് അങ്ങനെ ആവുക എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു സംഭവമാണ്. ഇബ്നു അബ്ബാസ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ റസൂലിന്റെ വാഹനത്തിന്റെ പിറകെ ഇരുത്തിയിട്ട് നബിനെ ചേർത്തിരുത്തി. ഇബ്നു അബ്ബാസിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരുമകനാണ്, ചെറുപ്പം മുതലേ നബിന്റെ കൂടെയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലെ നബിയുടെ കൂടെയാണ് ചെറുപ്പം മുതൽക്കേ. ഉമ്മ കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോ ഞാനില്ല, നബിന്റെ കൂടെ തന്നെ കഴിയണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം. ഉസാമത്ത് ബിൻ സെയ്ദിന്റെ മകൻ ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ വളർത്തിയ കുട്ടിയാണ്. നബി ഇങ്ങനെ ഉസാമ ഇങ്ങനെ മൂക്കുന്ന ഒഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ നബിയാണ് മൂക്ക് പിടിച്ചെടുത്തിരുന്നത്. ആർക്ക്? ഉസാമക്ക്. ഒരു മടിയിൽ ഹസനെയും മറ്റേ മടിയിൽ ഉസാമയും വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് കുരുന്നുകൾ നബിയുടെ മടിയിൽ വളർന്നവരുണ്ട്. സ്വന്തം മക്കളോടും അല്ലാത്ത മക്കളോടും. സ്വന്തം മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല നിലക്ക് പോറ്റി, നല്ല പേരുകൾ വെച്ചു എല്ലാവർക്കും. അവർക്ക് ദീനിന്റെ ആദ്യ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അവരിൽ അത് ഓരോന്നും ഉണ്ട് എന്ന് ഉറപ്പിച്ച്
അവർക്കൊക്കെ നല്ല തർബിയത്ത് കൊടുത്ത് അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ കൊടുത്ത് നന്മ തിന്മ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് നല്ല ഇണകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. മനസ്സിലായില്ലേ? സൈനബ് റളിയല്ലാഹുവിന്റെ ഹസ്ബൻഡ് അബുൽ ആസ് അല്ലേ, റുഖിയ ഉമ്മു കുൽസുമിന്റെ ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമുള്ള സ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഏറ്റവും നല്ല നിലക്ക് അത് വലുതായിട്ടും ആയിഷ ബീവി നബി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഫാത്തിമ വരുന്നുണ്ട്. ഫാത്തിമ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തൊട്ടപ്പുറത്ത് ഇരുത്തിയിട്ട് കുഞ്ഞു കുട്ടികളെ ലാളിക്കുന്ന പോലെ ലാളിക്കുമായിരുന്നു. അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുമായിരുന്നു. അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തുമായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കുമായിരുന്നു. രാത്രി സുബൈന്റെ മുമ്പ് വന്നിട്ട് നബി ഡും 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 ഡോറമ മുട്ടും വിത്ത് നിസ്കരിക്കാൻ. ഒരിക്കലും മുട്ടിയപ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്ന് റോങ് ആയിട്ട് സംസാരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പിന്നെ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് അവിടെ തിരിഞ്ഞു പോവാണ്. മനുഷ്യന്മാരെപ്പോഴും തിടുക്കമുള്ളവരാണ് എന്ന് പറയുന്ന ഖുർആനിലെ ആ ഒരു ആയത്ത് ഓതിയിട്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ ഏറ്റവും നല്ല നിലക്കാണ് പോറ്റി വളർത്തിയത്. അതുകൊണ്ടാണ് പ്രവാചകൻ മരിക്കാൻ കിടക്കുമ്പോൾ ഫാത്തിമനെ വിളിച്ചിട്ട് ആദ്യം ഒരു സ്വകാര്യം പറഞ്ഞു. അത് കേട്ടപ്പോ ഫാത്തിമ ബീവി കരഞ്ഞു. പിന്നൊരു സ്വകാര്യം പറഞ്ഞു. അത് കേട്ടപ്പോ ഫാത്തിമ ബീവി ചിരിച്ചു. ബാപ്പയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണത്. ആദ്യത്തെ സ്വകാര്യം എന്തായിരുന്നു? ഞാൻ മരിക്കുകയാണ്. അത് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ എന്തായിരുന്നു? മരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കാര്യം അല്ലേ. രണ്ടാമത്തെ ചിരിച്ചത് എന്തിനാണ്? അത് ഞാൻ തമാശ അറിഞ്ഞേനി എന്നല്ല. ഏത് ആദ്യം പറഞ്ഞത്? ഞാൻ തമാശ അറിഞ്ഞേനി എന്നല്ല രണ്ടാമത്തെ പറഞ്ഞേ. രണ്ടാമത്തത് അഹ്ലു ബൈത്തിൽ നിന്ന് ആദ്യം നീയായിരിക്കും എന്നെ പിന്തുടർന്ന് വരിക. അതായത് ജയ്കാർ എനിക്ക് ശേഷം മരിക്കാന്ന്. മരണപ്പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുക ചെയ്തത്. കാരണം ഉപ്പയിലേക്ക് ചേരാമല്ലോ. അത് എല്ലാവർക്കും ഉള്ള മനസ്സേനി. ബിലാല് മരിക്കാൻ കിടക്കുമ്പോ ഭാര്യ ആർത്ത് കരയാ, വാ ഹുസ്ന, എന്തൊരു സങ്കടം, എനിക്ക് താങ്ങാൻ പറ്റുള്ളല്ലോ പടച്ചോനെ, എങ്ങനെ ഞാൻ അതൊക്കെ സഹിക്കുക എന്ന് പറയണം. അപ്പൊ ബിലാല് മരണക്കിടക്കി കിടന്നിട്ട് പറയാണ്, വാ ഫർഹ, എന്ത് സന്തോഷം. മരിക്കാൻ കിടക്കുന്ന ആളെ എന്ത് സന്തോഷം, മരിച്ചാൽ എനിക്ക് എന്റെ പ്രവാചകനെയും സഹാബത്തിനെയും കണ്ടുമുട്ടാമല്ലോ. അത്രയും അധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാനുള്ള കാരണം എന്താ? പ്രവാചകന്റെ ആ പേഴ്സണാലിറ്റിയാണ്. ഈ ശീർഷകത്തിൽ വരുന്ന അല്ലെങ്കിലും യുദ്ധബന്ധിയായിട്ട് പ്രവാചകൻ ഒരാളെ പിടിച്ചിട്ട് പള്ളിന്റെ നടുവിലെ തൂണുമ കെട്ടി. എന്നിട്ട് വരുന്നോലൊക്കെ അയാൾക്ക് ഈത്തപ്പഴം, പാല്, മാംസം ഇതൊക്കെ കഴിപ്പിച്ചിട്ട് മുടുക്കനായിട്ടാണ് പുറത്തു വരും. ആ ബന്ധനത്തിൽ നിന്ന് അയാള് പുറത്തു പോകുമ്പോ അയാള് തടിച്ച് കൊഴുത്ത് തൊലിയൊക്കെ വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ടാ പുറത്തു വന്നത്. യുദ്ധബന്ധിയായിട്ട് പിടിച്ച ആളാ. ഓരോരുത്തരുള്ള പെരുമാറ്റം നോക്കി. ഇപ്പൊ അതിൽ സ്വന്തം ഇണകളോടും സ്വന്തം മക്കളോടും, അതുപോലെ തന്നെ കുടുംബത്തോട് ഇതൊക്കെ വിശാലമായ ചരിത്രങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങോട്ട് പറയും, ഇന്നക അബറുന്നാസ് വ ഔസലുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാണ്, ജനങ്ങളിൽ ഏറ്റവും നന്നായി ബന്ധം ചേർക്കുന്നവനാണ്. ഇതൊക്കെ ഓരോന്നും ഓരോ ക്ലാസ്സിൽ കണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂട്ടി ഘടിപ്പിക്കുമ്പോണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുടുംബത്തിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഭർത്താവ്, ഭാര്യ, പിന്നെ മക്കള്, പിന്നെ കുടുംബം. കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതിന് വാക്കെന്താ അറിയോ? നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാണ്, ഏറ്റവും നന്നായി കുടുംബം ചേർക്കുന്നവനാണ്. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് നബി ഖദീജ ബീവിന്റെ അടുക്കലേക്ക് വരുമ്പോ ഖദീജ ബീവി നബിയോട് എന്താ പറഞ്ഞേ? കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട, അള്ളാഹു നിങ്ങളെ കൈവടിയുകയില്ല, കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. നബി തൗഹീദി പ്രബോധനം തുടങ്ങിയത് എവിടുന്ന? കുടുംബത്തിൽ നിന്നാണ്. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പ്രവാചകൻ ഉയരത്തിൽ കയറി നിന്ന് ഓരോ കുടുംബത്തിൽ അബ്ദുമനാഫിന്റെ മക്കളെയും അല്ലെ ഓരോരുത്തരെയും വിളിച്ച് സ്വന്തം അമ്മായി സഫിയയെ പേര് വിളിച്ച് അങ്ങനെ എല്ലാം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയാണ് ആദ്യം തൗഹീദ് പറയുന്നത്.
കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്കും വേണ്ടപ്പെട്ടവനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 എളാപ്പമാരും എളാപ്പ മൂത്താപ്പമാരും 6 അമ്മായിമാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അവർ അധിക പേരും ഇസ്ലാമായി, അവരുടെ മക്കൾ അധിക പേരും ഇസ്ലാമായി. കുടുംബത്തിലെ ആളുകളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ നബിയോട് വന്നിട്ട് പറഞ്ഞ നബിയാണ് പരിഹരിച്ചു കൊടുക്കുക. ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പരിഹരിക്കപ്പെട്ടു പോവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലുള്ള ആളുകളെ നിരന്തരം സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലി അബ്ബാസ്, അല്ലാഹുവേ അബ്ബാസിന് വേണ്ടി, അബ്ബാസിന് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന്റെ മക്കൾക്കും. ഏത് വിധത്തിൽ, പരസ്യമായും രഹസ്യമായ വിധത്തിൽ ഒരു തെറ്റും ബാക്കിയില്ലാത്ത കോലത്തിൽ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ. ആ മക്കളിൽ, ആ സമ്പത്തിൽ നീ ബർക്കത്തും നന്മയും വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അബ്ബാസ് റളിയല്ലാഹുവിന്റെ എല്ലാ മക്കളും ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ആൾക്കാരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പ്രാർത്ഥിച്ചു. അലി ആരാണ്? നബിയുടെ പിതൃവ്യപുത്രനും കൂടിയാണ്, മരുമകനാണ്, പിതൃവ്യപുത്രനാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 100 ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് പ്രവാചകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അബൂ ത്വാലിബ് മരിച്ചു എന്ന വാർത്ത പറയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അലി റളിയല്ലാഹു അൻഹു വന്നു. മരിക്കല മരണത്തിന്റെ ആസന്നമാകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ ചെന്നു. എന്നിട്ട് അവിടെ പോയിട്ട് അദ്ദേഹത്തോട് തൗഹീദ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തന്റെ കൂട്ടുകാരുടെ വലയിൽപ്പെട്ട് തൗഹീദ് പറയാതെ മരിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പിയതും ആയത്തിറങ്ങിയതൊക്കെ ഉണ്ട്. അവിടെ വെച്ച് അലി റളിയല്ലാഹു അൻഹു വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പിതൃവ്യപുത്രനാണ്. മുഅ്ത യുദ്ധത്തിൽ അദ്ദേഹം സൈന്യത്തിന്റെ നേതാവായിരുന്നു. 2 കൈയിനും വെട്ടേറ്റ് സ്വന്തം മാറിലേക്ക് ഇസ്ലാമിന്റെ പതാക ചേർത്ത് പിടിച്ച് അദ്ദേഹം ഷഹീദായി. നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം ഷഹീദായി. അദ്ദേഹം ഷഹീദായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ വല്ലാത്ത വിഷമത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫർ, ആലു ജഅഫറിന് വേണ്ട ഭക്ഷണവും സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ ഭാര്യയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വിഷമം? മക്കളുടെ കാര്യമാണ്, പറക്കമറ്റാത്ത ചെറിയ മക്കള്. ആ ചെറിയ മക്കളെ ഓർത്തിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ ഭയങ്കര വിഷമത്തിലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വലിയുഹും ഫി ദുനിയ വൽ ആഖിറ, ആ മക്കളുടെ വലിയാണ് ദുനിയാവിലും പരലോകത്തും ഞാൻ ഇവിടെ, വിഷമിക്കണ്ട. അതാണ് യുദ്ധത്തിൽ നിന്റെ ഭാര്യ മരിച്ചു, നിന്റെ ഭർത്താവ് മരിച്ചു, നിന്റെ ആങ്ങളമാർ മരിച്ചു, നിന്റെ മക്കൾ മരിച്ചു എന്നൊരു പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് തിരിച്ചു വെച്ചെന്താ, നബിക്ക് വല്ലതും സംഭവിച്ചോ? ഇല്ലാറുണ്ട്. എന്നാൽ ഈ ലോകത്ത് എനിക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതായത് അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ഒരാൾക്കും കരയേണ്ട അവസ്ഥയില്ല, പട്ടിണി കിടക്കേണ്ട അവസ്ഥയില്ല, വിഷമിക്കേണ്ട അവസ്ഥയില്ല. ആ സമൂഹത്തിന്റെ ഒരു സൊല്യൂഷനാണ് അള്ളാന്റെ പ്രവാചകൻ. ബാപ്പ മരിച്ചപ്പോ റസൂലുള്ളാഹി 2 യതീമക്കളെ, മുഹമ്മദ് ഇബ്നു ജഅഫറിനെയും അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. 2 യതീം കുട്ടികളെ പ്രവാചകനെ ഏറ്റെടുത്തിട്ട് പോറ്റി വളർത്തുകയാണ്. പിൽക്കാലത്ത് അവര് ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ച മക്കളായിട്ട് മാറാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. കുടുംബത്തിലുള്ള ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചതും പരിഗണിച്ചതും ലാളിച്ചതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും അവർക്ക് വേണ്ട തർബിയത്ത് കൊടുത്തതും. ഇബ്നു അബ്ബാസ് പിതൃവ്യപുത്രനാണ്. വാഹനത്തിന്റെ പിന്നിലെത്തി പ്രവാചകൻ കൊടുത്ത ഉപദേശം, പൊന്നുമോനെ നീ അള്ളാനെ സൂക്ഷിച്ചോ, അള്ള നിന്നെ സംരക്ഷിക്കും. നീ അള്ളാനെ സൂക്ഷിച്ചോ, നീ എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം പടച്ചോ നിന്റെ കൂടെ ഉണ്ടാവും. ലോകം മുഴുവൻ നിനക്കൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, അള്ള വിധിച്ചില്ലെങ്കിൽ കിട്ടൂല. ലോകം ഒന്നടങ്കം നിനക്കെതിരെ തിരിഞ്ഞു, പടച്ചോൻ വിചാരിക്കാതെ ഒരാൾക്കൊരു ഉപദ്രവവും നിനക്ക് ചെയ്യാൻ കഴിയില്ല. ഈമാൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഇബ്നു അബ്ബാസിനെ ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി നെഞ്ചത്ത് തലോടിയിട്ട് തടവിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ഇബ്നു അബ്ബാസിന് നീ ദീനിൽ അവഗാഹം നൽകണമേ. ആരാ ഇബ്നു അബ്ബാസ്
റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ആയിരക്കണക്കിന് ഹദീസുകൾ റിവായത്ത് ചെയ്ത മുഹദ്ദിസ്, ഖുർആനെ വ്യാഖ്യാനിച്ച മുഫസ്സിർ അല്ലെ? ആ സമൂഹത്തിൽ ഖവാരിജിയാക്കളും ഷിയാക്കളും ഒക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ ശക്തമായ സംവാദം നടത്തിയ പണ്ഡിതനായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇഷ്ടം പോലെ ശിഷ്യന്മാർ. അഥാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്. കുറിയ മനുഷ്യനാണ്. ഇരിക്കുന്നവരുടെ കൂടെ നിന്നാൽ അഥാ ചെറിയ മനുഷ്യനാണ്. കഴുത്തും ഉടലും ഒന്നാം തോന്നും, കഴുത്തില്ല. കളിക്കളത്തിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബി മിനന്നാർ, എന്റെ പെരടിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചപ്പോൾ കുട്ടികളൊക്കെ കളിയാക്കി, കരഞ്ഞിട്ട് എനിക്ക് പെരടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറിയ അഥാഇനെ കുട്ടികൾ കളിയാക്കിയപ്പോ സങ്കടമായിട്ട് പെരയിൽ പോയിട്ട് ഉമ്മാന്റെ മടി കിടന്ന് കരയ കുട്ടി. അപ്പൊ ഉമ്മ ഇങ്ങനെ തലയിൽ തലോടിയിട്ട് പറഞ്ഞു, മോനെ നീ അള്ളാന്റെ ദീന് പഠിക്കും, സമൂഹം നിന്നെ ആദരിക്കും, ഭരണാധികാരികൾ നിന്നെ അംഗീകരിക്കും. അങ്ങനെ അഥാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു മക്കത്ത് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് 30 കൊല്ലം ഇൽമു നേടി. ഉമ്മവി ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഹജ്ജിന്റെ സീസണിൽ ഫത്വ കൊടുക്കാൻ ആകെ ഒരാൾക്ക് അധികാരം ഉണ്ടായിരുന്നു, അത് അഥാ ഇബ്നു അബീ റബാഹിനായിരുന്നു. ഖലീഫക്ക് ഒരു സംശയമുണ്ട്, കൊട്ടാരത്തേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ അഥാ ഇബ്നു അബീ റബാഹ് പറഞ്ഞു, സംശയമുള്ള ആളാരാണോ അയാൾ ഇങ്ങോട്ട് വരട്ടെ. അഥാ ഇബ്നു അബീ റബാഹിന്റെ ചെറ്റക്കുടിലേക്ക് ഖലീഫ വന്നു. ഖലീഫയുടെ സംശയം തീർത്തു. അത്രയും വലിയ ദർജയിലേക്ക് ഈ കുറിയ മനുഷ്യനെ ഉയർത്തിയത് ഇബ്നു അബ്ബാസ് എന്ന ആ ഗുരുനാഥനാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കുടുംബത്തിലെ എല്ലാവരുമായിട്ട് ബന്ധം ചേർത്ത് അവർ തൗഹീദില്ലാത്തവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുത്ത് ദീന് പാലിച്ച് ജീവിക്കുന്ന ആളുകളെ ദീനിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലുമെല്ലാം ഇടപെട്ട് വിവാഹം കഴിക്കാൻ സമ്പത്തില്ലാത്ത അഹ്ലു ബൈത്തിലുള്ള ആളുകൾ അവർ നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ സക്കാത്ത് പിരിക്കുന്ന ആമിലീന അലൈഹയിൽ ഞങ്ങളും ചേർക്കോ, എന്നാ ഞങ്ങൾക്ക് കുറച്ച് കൂലിയിട്ടു പൈസ, എന്നാ അത് ശേഖരിച്ചിട്ട് ഞങ്ങൾ മഹർ വാങ്ങാം. അപ്പൊ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലു ബൈത്തിന് സക്കാത്തിന്റെ മുതൽ പറ്റൂല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വന്നു പറഞ്ഞ ആ 2 യുവാക്കൾ അവർക്ക് റസൂലുള്ളാഹി എന്താ ചെയ്തു കൊടുത്ത്? അവർക്ക് പ്രവാചകൻ വിവാഹം കഴിക്കാൻ മതിയായ സമ്പത്ത് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ഒരു കുടുംബത്തിൽ പ്രശ്നക്കാരനല്ല, അങ്ങോട്ട് വരില്ലെങ്കിൽ അങ്ങോട്ടുമില്ല, ഇതല്ല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന് നാവ് കൊടുക്കും, എന്നിട്ടത് സംസാരിക്കും, അല്ലാഹുവേ ഈ ജനത എന്നെ ചേർത്തില്ല, അവരെന്നെ മുറിച്ചു കളഞ്ഞു, അവരെന്നെ കുടുസമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബ ബന്ധം വാചാലമായി സംസാരിക്കും. അതുകൊണ്ടാ മൻ വസലനി വസലഹുല്ലാഹ്, എന്നെ ചേർത്തവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കും. മൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ മുറിച്ചവനെ അല്ലാഹുമായി ബന്ധം മുറിക്കും എന്ന് പറഞ്ഞത് എപ്പോഴാ? ഖലായിക്കിനെ മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച ഉടനെ, അല്ലെങ്കിൽ അതിന് മുമ്പ് കുടുംബ ബന്ധം പറഞ്ഞതാണ്. മുഅല്ലഖത്തുൻ ബിൽ അർശ്, അല്ലാഹുവിന്റെ അർശിൽ ബന്ധനസ്ഥമാണ് കുടുംബം. ആ കുടുംബത്തുള്ള കടപ്പാടുകൾ പറഞ്ഞ റസൂലുള്ളാഹി കുടുംബത്തിൽ ഏറ്റവും മാന്യനായി ജീവിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ആരുമായും ഇടയാതെ, എത്രത്തോളം നോക്കി നിങ്ങൾ നബിന്റെ തൊട്ട അയൽപക്കം, ഈ ചുമരിന്റെ അപ്പുറത്ത് ആരാ? സ്വന്തം എളാപ്പ അബൂ ലഹബ. അയാൾക്കെന്താ പണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കല. അയാളെ ഭാര്യ ഉമ്മു ജമീലിന് എന്താ പണി? കൈത്തിലൊരു കയറുണ്ടാവും. അതെന്തിനാ? വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുള്ളും വേസ്റ്റും ഇതൊക്കെ കിട്ടിയാൽ ആ കയറത്തിൽ കെട്ടിയിട്ട് നബി നടക്കുന്ന വഴി കൊണ്ടുപോയില്ല. ഇതായിരുന്നു അവളെ പണി. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും നബി നേരം വെളുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഈ പെണ്ണിന്റെ തൊള്ളിയിലെ മാലിന്യം കേൾക്കണം. മനസ്സിലായില്ലേ? അയൽവാസികളെല്ലാം, മക്കത്തെ അയൽവാസികൾ, മദീനത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെയുള്ള നല്ല മനുഷ്യന്മാരായിരുന്നു അയൽവാസികൾ. പക്ഷെ മക്കത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധുക്കളാണ് അയൽവാസികൾ. അവർക്ക് എന്തിനു പണി? നബിനെ ദ്രോഹിക്കലേനി. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ചോദ്യം ചോദിച്ചത്, അബ്ദുമനാഫിന്റെ മക്കളെ അയ്യ ജിവാരിൻ ഹാദാ, ഇങ്ങനെയൊക്കെയാണോ അയൽപക്ക ബന്ധം? കുറച്ചും കൂടി നന്നായി കൂടെ?
ഒറ്റ ചോദ്യം. അതല്ലാണ്ട് ഇങ്ങട്ട് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങട്ട് ഇവിടെ മാന്തി അവിടെ മാന്ത, അവിടുന്ന് എറിഞ്ഞാ ഇവിടുന്ന് എറിയാം. എന്താണോ പകരം വീട്ടാൻ പറ്റുക അത് ഏറ്റവും പവർ കൂട്ടിക്കൊടുക്കാം. അങ്ങനെ ഇല്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോ ബാപ്പിയും ഉമ്മയും അല്ലെ ബാപ്പിയും മക്കളും സഹോദരങ്ങളും ഒക്കെ ചിന്ന ഭിന്നമാണ്. സ്വത്തിന്റെ പേരിലോ മറ്റു പലതിന്റെ പേരിലോ ചിന്ന ഭിന്നമായി ജീവിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയുണ്ട് ആ വിഷയത്തിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ കുടുംബമായി ജീവിക്കുന്ന നമുക്ക് ആ കുടുംബത്തിലുള്ള ഓരോ ആളുകളുമായി ഏതെല്ലാം നിലക്ക് മനോഹരമായി ഇടപെടാം എന്നത് വിശാലമായൊരു വിഷയം. 100 പേജാണ് ഞാൻ പറഞ്ഞ പുസ്തകത്തില്. 100 പേജ്, 100ഓളം പേജ്, അതുകൊണ്ട് ഒരു 75 പേജെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇണകളോടും മക്കളോടും വർത്തിച്ചത് മാത്രമുണ്ട്. മൊത്തം 800 ചില്ലാനം പേജുണ്ട്. നമുക്കത് വേണമെങ്കിൽ മറ്റേ നമ്മുടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി പിന്നെ ഗൈഡൻസ് TV എന്ന ചാനലുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ, കുറയൊന്നുമില്ല എന്നാലും കുറച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പെരുമാറ്റ രീതികൾ, കുറച്ച് വിഷയങ്ങളോട്, ശത്രുക്കളോട്, അതുപോലെ തന്നെ പണ്ഡിതന്മാരോട്, സ്ത്രീകളോട്, ഇണകളോട്, മക്കളോട്, കുരുന്നുകളോട് ഒക്കെ ഉള്ള പെരുമാറ്റത്തിന്റെ രീതികൾ വിശദീകരിക്കുന്നു. ഓരോ ക്ലാസ്സും 55 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ദൈർഘ്യം ഓരോ ക്ലാസ്സും. അവിടെ നമ്മൾ കൂടുതൽ ആ ഒരു വിഷയത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വിട്ടുപോയൊരു കാര്യം, അത് വിട്ടുപോയതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ടാണ് ജനിച്ചത്. അല്ലേ? പിന്നീട് പ്രവാചകന്റെ സംരക്ഷണം ഉമ്മയായിരുന്നു. ആ ഉമ്മയും റസൂലിന്റെ കൂടെ 6 വയസ്സ് മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അബവാ പ്രദേശത്തുകൂടെ വർഷങ്ങൾക്കിപ്പുറം 6ാമത്തെ വയസ്സിൽ നിന്ന് പോന്നിട്ട് പിന്നെ വർഷങ്ങൾക്കിപ്പുറം റസൂൽ ആ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹിനോട് ഗദ്ഗദനായി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കട്ടെ. അള്ളാഹു അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ചെന്ന് കരഞ്ഞു. സ്വഹാബത്ത് നബി, നിങ്ങൾ എന്താ കരയുന്നത്? അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ റബ്ബിനോട് ഞാൻ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. അള്ളാഹു എനിക്ക് അനുവാദം തന്നു. എന്റെ ഉമ്മക്ക് ഞാൻ ഇസ്തിഗ്ഫാർ തേടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു എനിക്ക് തടഞ്ഞു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃസ്നേഹം അത് വല്ലാത്തതാണ്. ഒരുപാട് കാലമൊന്നും മാതാവിന്റെ കൂടെ ജീവിച്ചിട്ടില്ല എങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ മാതാവിനോടുള്ള സ്നേഹം അത് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങളായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം വലിയ വലിയ വൻ പാപങ്ങൾ ചെയ്ത് തന്റെ മുന്നിൽ വന്ന് നിന്ന ആളുകളോട് റസൂലുള്ള ചോദിച്ചത്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. കുടുംബത്തിലെ ഏറ്റവും വലിയ സാന്നിധ്യമാണ് മാതാപിതാക്കൾ. അല്ലെ? ആരും പരിഗണിക്കാതെ മാറ്റി നിർത്തപ്പെടുന്നവരാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപം ചെയ്തു വന്ന ആളോട് ചോദിക്കുന്നത്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഉമ്മയുടെ സഹോദരി അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നീ സേവനം ചെയ്യുക. വൻ പാപങ്ങൾ പോലും മായ്ക്കപ്പെടാനുള്ള സബബാണ് നമ്മുടെ മാതാപിതാക്കൾ. ആൾക്കാരെന്താ പറയല്ലോ, 5 മക്കളുണ്ട്, 5 നോക്കട്ടെ, എന്താ ഞാൻ തന്നെ നോക്കാന് എന്നാണ് ആൾക്കാർ ചോദിക്കുക. ഇത് നമ്മുടെ സ്വർഗമാണ് മാതാപിതാക്കൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മ 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 എന്ന് വിളിച്ചിരുന്നു. ആരെ? ഉമ്മു ഐമൻ. ഉമ്മയുടെ കാലം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റിയ ഉമ്മു ഐമനോട് പ്രവാചകനുള്ള ആ സ്നേഹം, അവരോടുള്ള ബഹുമാനം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ സംരക്ഷണവും നൽകിയ അബ്ദുൽ മുത്തലിബ് വല്ലിപ്പയോടുള്ള സ്നേഹം, അബൂ ത്വാലിബിനോടുള്ള സ്നേഹം എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയവരോട്, കിബാറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, അതിൽ വല്ലിപ്പ, എളാപ്പ, അല്ലെ, പ്രവാചകനെ സംരക്ഷിച്ച ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുലപ്പാൽ നൽകിയ ഹലീമ, സഅദിയ, അല്ലെ, ഇവരോടൊക്കെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം നമുക്ക് മാതൃകയാണ്. ഈ വിഷയം കൂടുതൽ പഠിക്കാനും പകർത്താനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വഴിതെറ്റി ആഘോഷവും ആഭാസവുമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥ പ്രവാചകനെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ഒരു പ്രവാചകന്റെ ജീവിതത്തെ അനുകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. റസൂൽ ഇരുന്നിടത്ത് ഇരിക്കാൻ, റസൂല് കഴിച്ച റസൂലിന് ഇഷ്ടമുള്ള ചരങ്ങ അത് കഴിക്കാൻ സഹാബത്ത് താല്പര്യം കാണിച്ചു. എന്റെ നബിയോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു അത്. അല്ലെ, ചെറുപ്പത്തിൽ ഉമർ
മേശപ്പുറത്ത് വെച്ച ഭക്ഷണത്തിന് അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി തിന്നപ്പോ റസൂൽ പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ. നോക്കിയാ വിളി തന്നെ, യാ ഗുലാം, പൊന്നുമോനെ, സമ്മില്ലാ, ബിസ്മി ചൊല്ല്. വകുൽ ബിയമീനിക്, വലത്തേക്കോട്ട് തിന്നു. വകുൽ മിമ്മ യലീക്, അതിന്റെ മുമ്പെന്ന് തിന്നു. അദ്ദേഹം പിന്നെ യുവാവായിട്ട് പറയാണ്, അന്ന് റസൂൽ എനിക്ക് തന്ന ഉപദേശം പിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടേയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് യഥാർത്ഥ പ്രവാചകന്റെ ആ ഒരു സ്നേഹം അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടില് ഒരു ഉമ്മ മരിച്ചു. അല്ലാഹു അവർക്ക് ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. നമ്മൾ ഖബറടക്കിയിട്ട് നമ്മളിങ്ങനെ തസ്ബീത്ത് ചെല്ലാണ്. അപ്പൊ ആ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട കണ്ണൂരുകാരായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട കുറച്ച് തൊപ്പിക്കാരോടെ വന്നു. അപ്പൊ ഒരു പരസ്പരം അടക്കം പറയാണ്, ഓൽതന് കഴിഞ്ഞോട്ടെ എന്നിട്ട് കേറാം. അങ്ങനെ ഓൽത് കഴിഞ്ഞിട്ട് കേറാന്ന് വിചാരിച്ച അവര് അരമണിക്കൂർ നേരം നിന്നിട്ടും ഓൽക്കാണ്ട് കേറാൻ പറ്റിയില്ല. കാരണം കബറടക്കി കഴിഞ്ഞ് ഒരു ഒട്ടകത്തെ അറുത്ത് മാംസമാക്കി വിതരണം ചെയ്യുന്ന സമയം തസ്ബീത്ത് ചൊല്ലണം എന്ന റസൂലിന്റെ ചര്യ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയപ്പോ ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് ദുആയില്ല, ഇവർക്ക് സ്വലാത്തില്ല എന്ന് പറയുന്ന ആൾക്കാര് അന്തം വിട്ട് നോക്കി ഇങ്ങനെയൊക്കെയാണ്. ഇവർക്ക് ഇതൊക്കെ ഉണ്ടോ? അത് ശരി. യഥാർത്ഥത്തിൽ ജീവിതം കൊണ്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കണം. അത് നമുക്ക് പടച്ചവന്റെ പ്രതിഫലം കിട്ടാനും അതോടൊപ്പം ഇസ്ലാമിനെ സംരക്ഷിക്കാനും വേണ്ടി കൂടെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും അവിടുത്തെ പെരുമാറ്റ രീതികളും ഇനിയും ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. ഈ പരിസരത്ത് ഒരുപാട് പണ്ഡിതന്മാർ അവൈലബിൾ ആണ്. അവരൊക്കെ ഉപയോഗപ്പെടുത്തി ഈ വിഷയം പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇപ്പൊ സംശയം നിവാരണം ഞാനിതിന് ഏബിൾ അല്ല. അടുത്ത ആഴ്ച നല്ല പണ്ഡിതന്മാർ വരും. അപ്പൊ അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അതിനുള്ള സമയം കൂടെ ഉപരന്തരം ചോദിക്കുമാറുണ്ട്. ഏതായിരുന്നാലും അത് ഉപയോഗപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മളൊക്കെ പഠിക്കുകയാണ്, എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അതുകൊണ്ട് ആദരിക്കപ്പെടുന്ന നല്ല മനുഷ്യന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും നമുക്ക് ദൂരീകരിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാനും മരിക്കുമ്പോൾ സ്വർഗക്കാരനായി മരിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂര് നമ്മുടെ ഒരു സഹോദരൻ മരിച്ചു. വൈകിട്ട് 4:30 മുതൽ രാത്രി 9 മണി വരെ മീറ്റിംഗിലായിരുന്നു അദ്ദേഹം. ആ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വീടെത്തുന്നതിന്റെ 2 കിലോമീറ്റർ മുമ്പാണ് ഒരു മദ്യപിച്ചെത്തിയ ഇന്നോവ കാറ് അത് ഇടിച്ച് തെറിപ്പിച്ച് സ്പോട്ടിൽ അദ്ദേഹം മരിച്ചു. നമുക്ക് ഭൗതികമായിട്ട് നോക്കുമ്പോൾ, നമ്മളെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മരണമാണ്. പല നിലക്കും ആൾക്കാർ മരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ള വലിയൊരു ഭാഗം. 5 മക്കളാണുള്ളത്. 4 മക്കളും ഹാഫിലിങ്ങളാണ്. 5ാമത്തെ കുട്ടി ഹിഫ്ള് പാതി എത്തിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ബാക്കി വെച്ച മക്കളും അൽഹംദുലില്ലാഹ് ദീനിന്റെ വഴിയിലാണ്. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ ഏത് സമയത്തും നമ്മളെ മരണം പിടികൂടാം എന്ന ബോധത്തോടുകൂടെ ഒരുങ്ങി ഇതൊരു താൽക്കാലിക ലോകമാണ് എന്ന് വീണ്ടും വീണ്ടും മനസ്സിനെ ബോധ്യപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.